ഹായ് ഗൈസ്, PSC പരീക്ഷകളിലും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിലും ഷുവറായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് കളക്റ്റീവ് നൗൺസ്. നമുക്കതെങ്ങനെ ഈസിയായി ഓർത്തെടുക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് കളക്റ്റീവ് നൗൺസ് നോക്കാം. ഒരു കൂട്ടത്തെ പൊതുവായി വിളിക്കുന്ന പേരാണ് കളക്റ്റീവ് നൗൺസ്. ഉദാഹരണമായി നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഒരു കൂട്ടം മാനുകളെ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൂട്ടം സിംഹങ്ങളെ കാണുകയാണെങ്കിൽ ആ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് കളക്റ്റീവ് നൗൺസ്. ലയൺ അഥവാ സിംഹത്തിൻ്റെ കളക്റ്റീവ് നൗൺ പ്രൈഡാണ്. ഇതെങ്ങനെ നമുക്ക് ഈസിയായി ഓർമ്മിച്ച് വെക്കാമെന്ന് നോക്കുക. സിംഹങ്ങൾ കാട്ടിലെ രാജാക്കന്മാരാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. രാജാക്കന്മാർ ഭയങ്കര പ്രൗഡോടുകൂടിയാണ് നടക്കുന്നതെന്ന് ഓർമ്മിക്കുക. സോ ലയണിൻ്റെ കളക്റ്റീവ് നൗൺ പ്രൈഡാണ്. എ പ്രൈഡ് ഓഫ് ലയൺസ് എന്നാണ് പറയുക. അടുത്തതായി നമുക്ക് ഹേർഡ് കളക്റ്റീവ് നൗണായി വരുന്ന ചില ജീവികളെ പരിചയപ്പെടാം. ഇത് ഓർത്ത് വെക്കാൻ വളരെ സിമ്പിളാണ്. സസ്യബുക്കുകൾ, അതായത് സസ്യം മാത്രം ഭക്ഷിക്കുന്ന ജീവികളുടെ കൂട്ടത്തെയാണ് പൊതുവെ ഹേർഡ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായി കൗസ്, എലഫൻറ്റ്, ജിറാഫ്, ഡിയർ, ഷീപ്പ്, ഗോട്ട്, ബഫലോസ് തുടങ്ങിയ ജീവികളുടെ എല്ലാം കളക്ഷനെ, അതിൻ്റെയൊക്കെ കളക്റ്റീവ് നൗണായിട്ട് യൂസ് ചെയ്യുന്നത് ഹേർഡാണ്. ജിറാഫിൻ്റെ ഒരു കളക്റ്റീവ് നൗൺ നമ്മൾ കണ്ടു. നെക്സ്റ്റ് ഒരു കളക്റ്റീവ് നൗൺ കൂടിയുണ്ട് ജിറാഫിന്. ജിറാഫിൻ്റെ കഴുത്ത് എങ്ങനെയാണ്, ഒരു ടവർ പോലെ ഉയർന്നു നിൽക്കല്ലേ, അതുകൊണ്ട് അത് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. ജിറാഫിൻ്റെ രണ്ടാമത്തെ കളക്റ്റീവ് നൗൺ ടവറാണ്. ഹേർഡ് അല്ലെങ്കിൽ ടവർ യൂസ് ചെയ്യലുണ്ട് ജിറാഫിൻ്റെ കളക്ഷൻസിനെ പറയാൻ. അടുത്തതായി നമുക്ക് വവ്വാലുകളുടെ അഥവാ ബാറ്റ്സിൻ്റെ കളക്റ്റീവ് നൗൺ എന്താണെന്ന് നോക്കാം. നമ്മൾ വൈകുന്നേരങ്ങളിൽ ഹൈവേ സൈഡുകളിലൊക്കെ പോകുമ്പോൾ ഓരോ മരത്തിലും ഒരു കൂട്ടം വവ്വാലുകൾ ഇരിക്കുന്നതായിട്ട് കാണാം. ഒരു കോളനി പോലെയാണ്, ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കോളനി പോലെയാണ് ഇവ മരത്തിൽ കിടക്കുന്നത്. അപ്പോൾ ബാറ്റ്സിൻ്റെ കളക്റ്റീവ് നൗൺ കോളനിയാണ്. എ കോളനി ഓഫ് ബാറ്റ്സ് എന്നാണ് പറയുക. ഇനി ജിറാഫിനെ പറഞ്ഞ പോലെ വവ്വാലിനും രണ്ട് കളക്റ്റീവ് നൗൺസ് ഉണ്ട്. നമ്മൾ ഈ മരത്തിലുള്ള വവ്വാലുകളെ നോക്കുമ്പോൾ നമുക്ക് മേഘം കൂടി കാണാൻ കഴിയുമല്ലോ, കാരണം നമ്മൾ മുകളിലേക്കല്ലേ നോക്കുന്നത്. അപ്പോൾ മേഘങ്ങൾ കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കളക്റ്റീവ് നൗണും കൂടിയായി ക്ലൗഡ്. എ ക്ലൗഡ് ഓഫ് ബാറ്റ്സ് എന്നും പറയാറുണ്ട്. കോളനി ഓർ ക്ലൗഡ് ബാറ്റിൻ്റെ. നെക്സ്റ്റ് നമ്മൾ കരടിയുടെ അഥവാ ബിയറിൻ്റെ കളക്റ്റീവ് നൗണാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം കരടികൾ വളരെ തടിയുള്ളവരാണ്. ഒരുപാട് തടിയുള്ളവർക്ക് ഓടാനും നടക്കാനൊക്കെ വളരെ പതിയെ പറ്റൂ, അതായത് സ്ലോ ആയിട്ടേ പറ്റൂ. അത് വെച്ച് കണക്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ കളക്റ്റീവ് നൗൺ പഠിക്കാൻ പറ്റും. കരടിയുടെ കളക്റ്റീവ് നൗൺ സ്ലോത്താണ്. ഇനി നോക്കാൻ പോകുന്നത് സീബ്രയുടെ കളക്റ്റീവ് നൗണാണ്. നമുക്കറിയാം സീബ്രേൻ്റെ ദേഹത്തൊക്കെ കുറേ കറുത്ത വരയുണ്ട്. നമുക്കതിനൊരു സീലാണെന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എ സീൽ ഓഫ് സീബ്രാസ്. സീൽ എന്നാണ് സീബ്രേൻ്റെ കളക്റ്റീവ് നൗണായിട്ട് വരിക. എ സീൽ ഓഫ് സീബ്രാസ് എന്നാണ് പറയുക. നമ്മൾ ഡാൻസ് ട്രൂപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഡാൻസേഴ്സിൻ്റെ കൂട്ടത്തെ നമുക്ക് ട്രൂപ്പ് എന്ന് വിളിക്കാം. ഇതേ ട്രൂപ്പ് കളക്റ്റീവ് നൗണായിട്ട് വരുന്ന കുറച്ച് ആളുകളും കൂടിയുണ്ട്, ആക്ടേഴ്സും ആർട്ടിസ്റ്റും. ഇവരുടെയും കളക്റ്റീവ് നൗൺ എന്താണ്? ട്രൂപ്പ് തന്നെയാണ്. നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കളക്റ്റീവ് നൗൺസ് ഇനിയും ഒരുപാടുണ്ട്. അത് നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.